കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് എന്തും കിട്ടും. യു നെയിം ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ഈ വില കിतने ഏതന്നെ ലൈക്ക് ഇങ്ങനെ ഹീൽ വരുന്നത് ഏതാണെങ്കിലും അല്ല, കളർ ചേഞ്ച് ആയാലും കുഴപ്പമില്ല. ഇതിന്റെ വേറെ വലുതുണ്ടാവുമോ? ഹലോ എവ്രിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിന്റെ സ്വന്തം ഷോപ്പിംഗ് ഹബിലാണ്, ദ ഫേമസ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് എന്തും കിട്ടും. യു നെയിം ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ബ്രാൻഡഡ് വേണോ അത്, ലോക്കൽ വേണോ അത്, ഇനി വില കൂടിയത് വേണോ അത്, ഇനി അതല്ല ഇതൊന്നുമല്ല വില പേശി മേടിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ വേറൊരു സൈഡ്. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കച്ചവടക്കാരെയും കച്ചവടവും കസ്റ്റമേഴ്സിനെയും കാണാം. ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഒരു ബാർഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബാംഗ്ലൂരിയൻസിന്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ചെറിയൊരു സ്ഥലമല്ല, ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കൊടുത്തിട്ട് വേണം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. എന്തായാലും എല്ലാവരും ഇവിടെ വന്നിട്ട് പോളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഉച്ചയ്ക്കെങ്കിലും പ്ലാൻ ചെയ്യുക, എന്നാലേ വൈകിട്ടാകുമ്പോഴേക്കെങ്കിലും നിങ്ങൾ ഒരു സൈഡെങ്കിലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പോൾ കുറേ അധികം കടകളുണ്ട്, കയറിയാലും തീരാത്ത അത്രയും കടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ സൈഡ് അങ്ങ് ചേർന്ന് ഇവിടത്തെയും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഷോപ്പിങ്ങുകളൊക്കെ ചെയ്ത് അങ്ങ് നടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് MG റോഡിലാണ്. ഞാനപ്പോൾ ചോർച്ച് സ്ട്രീറ്റും ബ്രിഗേഡ് റോഡും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബാ നമുക്ക് അവിടെ പോയി നോക്കാം. ഇതാണ് ചോർച്ച് സ്ട്രീറ്റ്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു മെയിൻ ചില്ലിങ് സ്പോട്ടാണിത്. നമുക്കിവിടെ ഷോപ്പിംഗ് തൊട്ട് ഗെയിംസ് തൊട്ട് കഫേസ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ചോർച്ച് സ്ട്രീറ്റിൽ കിട്ടുന്നത്. അപ്പോൾ സൺഡേസോ അല്ലെങ്കിൽ ടൈം കിട്ടുന്ന സമയത്തൊക്കെ എവിടെ പോകണമെന്ന് ഫസ്റ്റ് ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നൊരു സ്ഥലം കൂടിയാണ് ചോർച്ച് സ്ട്രീറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോർച്ച് സ്ട്രീറ്റ് വൺ ഓഫ് ദ മെയിൻ ഹാങ് ഔട്ട് സ്പോട്ടാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്സ് അടയ്ക്കുന്നവരെ, എല്ലാ കാര്യങ്ങളും അടയ്ക്കുന്നത് വരെ ഇവിടെ ഭയങ്കര റഷായിരിക്കും. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബ്രിഗേഡ് റോഡിലും ചോർച്ച് സ്ട്രീറ്റിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ലേറ്റ് നൈറ്റ് വരെ നമുക്ക് ചോർച്ച് സ്ട്രീറ്റ് അവൈലബിൾ ആയിരിക്കില്ല. കുറച്ച് നേരത്തെ അടയ്ക്കും, പോലീസൊക്കെ വന്ന് കുറച്ച് നേരത്തെ അടപ്പിക്കും. അപ്പോൾ ചോർച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ഇഷ്ടമുള്ളവർ കുറച്ച് നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക. എന്നാലേ കംപ്ലീറ്റ്ലി ഒന്ന് കണ്ട് ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് പോകാൻ പറ്റുള്ളൂ.
ചോർച്ച് സ്ട്രീറ്റിന്റെ റോഡ് വന്ന് എൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫുഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സ്പേസിലോട്ടാണ്. ബിക്കോസ് ഇവിടെ കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ്സിന്റെ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ പല വെറൈറ്റിയിലുള്ള ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയാസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഫുഡിന്റെ ഏരിയ കുറച്ച് ലേറ്റ് നൈറ്റ് വരെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും.